ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, നബിയെ, അങ്ങും അങ്ങയുടെ ഈ ദൗത്യം നിർവഹിക്കുന്ന പ്രബോധകന്മാരെല്ലാം ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ നിങ്ങൾ വിളിക്കണം, പറഞ്ഞു കൊടുക്കണം. അത് ഇസ്ലാമിലെ മുസ്ലിമീങ്ങളുടെ എണ്ണം കൂട്ടാനും ഇസ്ലാമിലെ അംഗബലം കൂട്ടാനും ഒന്നുമല്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ. അത് എണ്ണം കൂടേണ്ട ഒരു ആവശ്യമില്ല. അവനവന് നന്നാവണമെങ്കിൽ ഇസ്ലാം പഠിച്ചാൽ മതി. വേണ്ടാന്ന് തോന്നണോ, പൊയ്ക്കോളൂ, ഒന്നും അള്ളാഹ്ക്ക് പ്രശ്നമല്ല. ഈ യക്ഫുർ, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും അന്ന് അള്ളാഹുവിനെ നിഷേധിച്ച് പോയി എന്ന് വിചാരിക്കുക. സയഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹുവിനെ ഇഷ്ടമുള്ള, അള്ളാഹു അങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിടെ കൊണ്ടുവരും. നിങ്ങൾ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അള്ളാഹു തആല പറയുന്നത്. പക്ഷെ നമുക്ക് വിജയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ അറിയണം. അതിന് സങ്കുചിതമായ ചിന്തകളും വൈരാഗ്യവും മതഭ്രാന്തും ഇതൊക്കെ എടുത്തുവച്ചാൽ മതി. പഠിക്കുക, നമ്മൾ പഠിക്കുക. മറ്റു മതങ്ങളെ സംബന്ധിച്ച് നമ്മളും പഠിക്കുന്നുണ്ട്, ഇസ്ലാമിനെ സംബന്ധിച്ച് അവരും പഠിക്കട്ടെ. മൊത്തത്തിൽ പറയപ്പെടുന്ന തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് സത്യസന്ധമായിട്ടൊന്ന് പഠിച്ചു നോക്കുക. നമ്മൾ ഒരു ഇൻ്റർഫെയ്ത്ത് ഡയലോഗ്, അള്ളാഹുവിൻ്റെ ദീനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കും, ഇതാണ് ഇസ്ലാം. വേറൊന്നും നമ്മൾ ചോദിക്കുന്നില്ലല്ലോ, പഠിക്കാനേ പറയുന്നുള്ളൂ. ബുദ്ധിയുണ്ട്, റിസോഴ്സസ് മുമ്പിലുണ്ട്, പഠിച്ചു നോക്കൂ. ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വിളിക്കണതിന് ശരിക്കും ദഅവത്ത് എന്നൊക്കെ പറയാം. എൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടോ വരണേ, അതിനാണ് ദഅവ എന്ന് പറയാം. ദീനിലേക്കൊരു മനുഷ്യനെ നമ്മൾ ദീൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണെന്ന, നിങ്ങൾക്ക് ഒരു വിരുന്നിനൊരാൾ വിളിക്കുന്ന പോലെ ആ ഒരു മനുഷ്യനെ നിങ്ങൾ സ്നേഹത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് അറിവില്ലായ്മ സംഭവിച്ചാൽ തെറ്റിദ്ധാരണ വരും, അവർക്ക് ദീനിനോട് വെറുപ്പ് വരും. അത് വലിയ കുറ്റമാണ്. അങ്ങനെ വരരുത്. ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന, നല്ല യുക്തിഭദ്രമായിട്ടും നല്ല സാരോപദേശം കൊടുത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണം.